അല്ല, ഇവിടെ ബഹുമാന്യ മന്ത്രി ടി സിദ്ദീഖ് സാഹിബ് ഉണ്ടല്ലോ ഇവിടെ, പിന്നെ അതുപോലെ തന്നെ അനിൽകുമാറുണ്ട്, അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇനിയിപ്പോൾ 2 പേരും കൂടി കിട്ടാനുണ്ട്. നമ്മൾ ഇനി എങ്ങനെയാണിത് മുന്നോട്ട് പോകേണ്ടത്? ഇപ്പോൾ അവിടെ ഇല്ല, നമുക്ക് ഏറ്റവും വലിയ ടെൻഷന് ഇവിടെ കൂട്ടിയിട്ട മണ്ണും കൂടിയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് കൊങ്കൺ അധികൃതമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അതിപ്പോൾ എടുക്കാൻ പറ്റില്ല, അവിടെ സ്റ്റേബിളാണെന്നാണ് അവർ പറയുന്നത്. അവരോട് റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് ഒന്നുകൂടി. അതുതന്നെയാണ് നമുക്കൊക്കെ ആശങ്കയുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റും? അവർ എടുത്താൽ അതിനേക്കാൾ വലിയ അപകടം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മന്ത്രി വളരെ വിശദമായിട്ട് ഇപ്പം എൻ്റെ മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിച്ചത്. മിനിസ്റ്റർ, 2 കാര്യം വരുന്നുണ്ട്. ഒന്ന്, ഈ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കുറ്റപ്പെടുന്നത്. പക്ഷേ എന്താണ് നിങ്ങൾ മറിച്ചും പറയുന്നത്? ഇപ്പോൾ 2 വാദങ്ങൾ ഒരുപോലെ നിൽക്കുകയാണ്. എന്താണ് അടുത്ത സാഹചര്യം? ഒരു കൃത്യത ഇല്ലാത്ത എന്താണ്? പ്രതിപക്ഷ നേതാവിൻ്റെ കാലത്തല്ലേ ഈ പണിയൊക്കെ തുടങ്ങിയത്. ഞാനിപ്പോൾ രാഷ്ട്രീയമോ കാര്യങ്ങളോ വിവാദങ്ങളോ ഒന്നും പറയല്ല. ഇതിപ്പോൾ ജൂൺ മാസത്തിലാണ് നമ്മൾ ഇതിൻ്റെ മനസ്സിലാക്കിയിട്ട് 10-ാം തീയതി മീറ്റിംഗ് കൂടി, PWD മീറ്റിംഗ് കൂടി. ഞാനത് മന്ത്രി നിലക്ക് ഈ വയനാടിൻ്റെ സാഹചര്യം അറിയുന്ന ഒരു വ്യക്തി നിലക്കാണ് ഞാൻ ഈ ഒരു മീറ്റിംഗ് കൂടിയത്. അത് കഴിഞ്ഞ് 25-ാം തീയതി ഇവിടെ വന്നു, സെക്രട്ടറിമാർ വന്നു, ചീഫ് എഞ്ചിനീയർ വന്നു, ഒക്കെ പരിശോധിച്ചു, കൊങ്കൺകാരെ കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജൂലൈ 1-ാം തീയതി മീറ്റിങ്ങിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വയനാടാണ് സാഹചര്യം വളരെ അപകടകരമാണ്, അത് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ആ മണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അന്നാണ് നമ്മൾ കണിശമായിട്ട് പറഞ്ഞത് പ്രവൃത്തി നിർത്തി വെക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവൃത്തി നിർത്തിവെച്ചത്. ഇനി എന്താണെന്നതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദഗ്ധ സമിതിയെ വെച്ച് എല്ലാ ഭാഗത്തും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, ഇതിൻ്റെ EPC കോൺട്രാക്ട് ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ, എൻവയോൺമെൻറ്റ് കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഇവർ പാലിച്ചിട്ടുണ്ടോ, അതിൽ വൈലേഷൻ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് പറ്റേ. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ മണ്ണ് കൂടി കിടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ടാർപോളിൻ വിരിച്ചെടുത്ത് അവിടെ അല്ലാതെ വേറെ മണ്ണ് കൂട്ടിയിട്ടിരുന്നു, അതോ ഈ മണ്ണ് മറ്റേത് ഇടിഞ്ഞ് താഴത്തേക്ക് വന്നിട്ടില്ലെന്നാണ് ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്താ യഥാർത്ഥത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്, അതുകൊണ്ട് ചോദിക്കും. അല്ല, അതിപ്പം നിങ്ങൾക്കറിയാലോ, മണ്ണ് എടുത്ത് അവിടെ കെട്ടുണ്ടാക്കി, ആ കെട്ട് വളരെ സ്ട്രോങ് അല്ലാതെയായി, അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പം അതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഒരു വിദഗ്ധ ടീമിൽ നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് കാഴ്ചക്ക് ഒരു വിദഗ്ധ അഭിപ്രായം പറയാൻ ഞാനതിൻ്റെ ആളല്ല, അതാണുള്ളത്. ആര് നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല. ഞാനൊരു ചോദ്യം ഞാനല്ല അത് നിങ്ങൾ തെറ്റിദ്ധാരണ. ഞാൻ നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. ആകെ ഞാൻ മന്ത്രി ആയതിനു ശേഷം വന്നത് ഒരാളുകളെ പറ്റി മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. അല്ല, നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോയി. നിങ്ങളെല്ലാം കൂടി കണ്ട് തരീക്കിടല്ലേ. ഞാനൊന്ന് പറയണം, അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്ക്. ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത്. അനുമതി കൊടുക്കുന്നതിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചു. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് സൂത്രപ്പണിയൊന്നും ഉണ്ടാക്കിയിട്ടല്ല, കൃത്യമായ പഠനം നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതിയൊക്കെ കിട്ടിയത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണോ ഞങ്ങൾ പറഞ്ഞത്? എങ്ങനെയൊക്കെയാണ് ഇതിന് അനുമതി കൊടുത്തത്, എല്ലാ പഠനങ്ങളും നടത്തിയിട്ടുണ്ടോ, എല്ലാ വിദഗ്ധ അഭിപ്രായങ്ങളും എടുത്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും. അതിനാണ് ഒരു വിദഗ്ധ സമിതിയെ വെക്കുമെന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത്.